ഒരു കാലത്ത് നിറസമൃദ്ധിയോടെ ഒഴുകിയിരുന്ന പുഴ വരൾച്ചയിലും പറ്റാത്ത ഒരു നാടിന്റെ ജീവനാടി. വേനലിൽ പുഴകൾ മെലിയുമ്പോഴാണ് അവയിൽ തള്ളിയ മാലിന്യങ്ങൾ പുറത്തുവരുന്നത്. പ്ലാസ്റ്റിക്കും മാംസാവശിഷ്ടവും കൊണ്ടിട്ട് അഴുക്കുചാൽ പരുവമായിരിക്കുകയാണ്. ഭൂമി കയ്യേറ്റവും മലിനീകരണവും കാരണം പുഴ ചുരുങ്ങി. ഇതിനിടെ പുഴയുടെ തീരത്ത് വൻകിട സ്വകാര്യ കമ്പനി സ്ഥാപിക്കാൻ നീക്കം തുടങ്ങിയതോടെ Iruvazhingi which carries fresh water from the lap of Vellarimala. A small house covered in green on the banks of the river Iruvazhingi. Even on the terrace of that house are plants and flowers. From the distance, it did not even look like a house. There is a colorful garden around the house. Beautiful birds chirping in the bamboo groves by the river. This greenhouse of happiness is one's idea. It's the result of his hard work and sweat. For the last 45 years, Damodaran Koranjeri has been educating a whole generation on the need for protection of the environment, nature and conservation by weeding the entire livelihood of a man at home and abroad. Damu talked to the flowers, birds and nature at a young age, and that love continues throughout his life journey. In Budaya, Bahrain, some thoughts came to Damodaran at some point in his life as he planted gardens, lawns and trees and covered the desert with greenery. Why not plant this garden and greenery in your own home? La la le la le la le la la le la le la le taane taane nanne taane nanne taane. Those thoughts grew and began to fade. Then everything was past. He used all his savings to plant quality bamboo shoots, buy plants and create a garden on both sides of the river. In Iruvazhingi, a protective wall was prepared by filling thousands of sacks of sand. Seating is provided for visitors. Taane taane nanne taane nanne taane nane taane taane nanne taane nanne taane nane. There was
only reason for Damodaran to prepare like this and to give as much as he could to the nature to be passed on the next generation. The new generation needs to be made aware of the need for environmental protection. ആദ്യം പറഞ്ഞു താമര അത് വലിയ പ്രശ്നമല്ലേ, നീ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അതിൽ നിന്നൊരു ലാഭമില്ലെങ്കിൽ അത് നിനക്ക് നഷ്ടമല്ലേ, ഒന്നും വേണ്ട വാഴ വെച്ചാൽ പോരെ, നിനക്ക് വാഴ വെച്ചാൽ എത്ര പൈസ നിനക്ക് ലാഭം കിട്ടും വർഷത്തിൽ. അപ്പോൾ അവർ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കും, കാരണം വാഴ വെച്ചാൽ അതിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാവും. പക്ഷേ ഇതുപോലൊരു മുളങ്കാട് ഉണ്ടായി വരില്ലല്ലോ, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിത് ഉണ്ടാക്കുന്നത്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഇവിടെ ഒരുപാട് ആൾ വന്നവൻ തന്നെ എൻ്റെ മനസ്സ് ശരിക്കും അറിഞ്ഞാൽ സന്തോഷമായി. എത്രയോ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. Damodaran was born in 1968, the fourth of 6 children of Koranjeri Chandu and Ayyakutti. Born into a farming family, Damodaran's mother has good knowledge of traditional Ayurveda. They used to do herbal treatments and massage for fractures and bruises for free. Damodaran, who grew up seeing all that, is today illuminating that willingness to serve through his love of the environment. മുക്കത്തെപ്പറ്റിയുള്ള എൻ്റെ അഭിമാനങ്ങളിൽ ഒന്ന് ദാമോദരൻ്റെ മുളങ്കാടാണ്. പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും അത് നമ്മുടെ ആളുകളെ, പ്രത്യേകിച്ച് യുവതലമുറയെ പ്രേരിപ്പിക്കും എന്നാണ് എൻ്റെ വിചാരം. ഈ മുളങ്കാട്ടിൽ വെച്ചിട്ട് ഞാൻ ചില പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ചില സ്കൂളിലെ കുട്ടികളെയും കൂട്ടി ഞാൻ അവിടെ പോയിട്ടുണ്ട്. കുട്ടികൾ വളരെ സന്തോഷമാണ്. അതെന്താ വെച്ചാൽ ആ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരിക്കുന്ന മാതിരി ഒരു സംഗതിയാണ്. പ്രകൃതി സ്നേഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയും കൂടിയാണ്. അപ്പം നമ്മളെ കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കേണ്ട രീതി എങ്ങനെയാണ്? അവർക്ക് നമ്മൾ മുട്ടായി വാങ്ങുന്ന പൈസ കൊണ്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീട്ടിലൊരു ചെടി വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് അവരോട് തന്നെ അതിനെ വെള്ളം ഒഴിപ്പിക്കുക, അവരെ അതിനെ വളർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ മാത്രമേ കുട്ടികളിൽ പ്രകൃതി സ്നേഹം മുളകില്ലൂ. അതൊരു വലിയൊരു പാഠമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം. ഇപ്പോഴത്തെ തലമുറക്ക് ഈ പ്രകൃതിയെക്കുറിച്ച് എങ്ങനെ വേണമെന്നില്ല യാതൊരു ബോധവുമില്ല. വരും തലമുറയെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് നാളേക്കൊരു മരുഭൂമിയായി മാറും നമ്മുടെ കേരളം. The first bamboo saplings were planted in 2008 at a cost of 8 lakhs on a 25-meter river bank. Within 2 years, they had spread and spread, according to Damodaran. Today, there are about 350 meters of bamboo groves, with seedlings sprouting up every year and planted elsewhere. Damodaran planted so many bamboo shoots on his own without putting in any labor. പുഴയെയും പുഴയോരങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതമാകെ മാറ്റിവെച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യന് നമുക്കെല്ലാവർക്കും പാഠമാണ്. പ്രകൃതിയെ അനുദിനം പല വിധത്തിൽ മലിനപ്പെടുത്തുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഈ നാട്ടിലുള്ളപ്പോൾ ആ സമൂഹത്തിനൊക്കെ മാതൃകയാകുന്ന നിലയിലാണ്, അല്ലെങ്കിൽ അവരെയൊക്കെ പാഠം പഠിപ്പിക്കുന്ന നിലയിലാണ് തൻ്റെ ആയുസ് മുഴുവൻ പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. നാളേക്ക് വേണ്ടിയുള്ളൊരു കരുതലാണ് പ്രിയപ്പെട്ട ദാമോദരേട്ടൻ ഇവിടെ കാഴ്ചവെക്കുന്നത്. ഈ പ്രകൃതി എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇനി വരുന്ന ഭാവിയിലുള്ള തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു പിടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കുകയും അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി നിലനിർത്തുകയും ചെയ്യുക എന്ന മഹനീയമായ കടമയാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്.
lifespan of these beautiful yellow shoots is 50 years. 50 years later, it will blossom and perish. Bamboo rice is made from that flower. This bamboo shoot is the seed that germinates and becomes a bamboo plant. സ്വന്തം നേടിയ എല്ലാ പണവും മുളങ്കാടുകൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഇരുവഞ്ഞിപ്പുഴ സംരക്ഷണമായിരുന്നു അവൻ്റെ ലക്ഷ്യം. പക്ഷേ അവൻ ചെയ്ത ആ സമയത്ത് തന്നെ നമ്മുടെ പഞ്ചായത്തുകളൊക്കെ അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ പുഴകൾക്കിങ്ങനെ ഇടിച്ചിൽ വരൂല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പിന്നെ എനിക്ക് ദാമുവിനോട്, ദാമു എൻ്റെ സാരഥി എന്നാണ് എല്ലാവരും പറയുക. കാഞ്ചനയെത്തി കാനത്തിനെ വിളിക്കുക എല്ലാവരും. കാനത്തിൻ്റെ സാരഥി എത്തി എന്ന് പറയുക. കാരണം വെച്ചാൽ ദാമുവിൻ്റെ ഓട്ടം ഉണ്ടെങ്കിൽ ഞാൻ എവിടെയും പോകാൻ തയ്യാറാണ്. It's also a resting place for the people who live in the hustle and bustle. The bamboo groves that stand tall in the pride of green beauty, charm and cultural heritage. നമുക്കിഷ്ടമല്ലാതെ ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. അതോ ഞാനിത് കാര്യമാണ്, ഇത് കാണിക്കാം. ഇതിൽ ഒന്നുമില്ല. ഇതിലേക്ക് ഞാൻ റിബൺ ഇടുക. റിബൺ വ്യത്യസ്ത കളറിൽ. Damodaran tries to make the audience aware of the need for nature conservation and to show them his masterpiece magic. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ കിട്ടാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഇല്ലാത്തൊരു അവസ്ഥ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമോ, അവിടെ ഓക്സിജൻ വളരെ കുറവാണ്. അങ്ങനെ പല സ്ഥലത്തും കൽക്കത്ത, ഇപ്പോൾ 7 പ്രധാന നഗരങ്ങളിൽ ഓക്സിജൻ്റെ കുറവുണ്ട് എന്നില്ലേ ഐക്യരാഷ്ട്ര സംഘടന ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ പ്രകൃതിയെ എങ്ങനെയൊക്കെ നമുക്ക് സേവിക്കാൻ കഴിയും അതൊക്കെ സേവിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. Damodaran Koranjeri depicts the need for the environmental protection with his life while confined to 4 walls of the new generation. Damodaran is also the State Secretary of Liquor Prohibition Committee, while points the finger at the evils and injustice in the society. Damodaran, the graduate in economics,
is active in public and cultural activities along with this journey of life in harmony with nature. Damodaran earns his living by driving auto in and around Mukkam. All the surplus money will be used to buy plants and bamboo saplings. മുളങ്കാടുകൾ കൊണ്ടുണ്ടാക്കിയ പാർക്ക് ഒട്ടനവധി ആൾക്കാർ സംഘടനകളും NSS കുട്ടികളും സ്കൂളുകളും തന്നെ വന്ന് പോകുക പതിവാണ്. അതിൻ്റെ പ്രധാന കാരണം ദാമോദരൻ നട്ടു വളർത്തിയ ആ മുളങ്കാടും അതിൻ്റെ ചുറ്റുഭാഗവും കണ്ടാൽ തന്നെ വളരെ രസാവഹമായിട്ടാണ് ദാമോദരൻ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, ദാമോദരൻ അതിൽ മാത്രമല്ല ഊന്നിയിരുന്നത്. പ്രകൃതിയിൽ എന്തൊക്കെ ഉണ്ടാവുന്നോ അവിടെയൊക്കെ എത്തുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദാമോദരൻ. ദാമോദരൻ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാവുന്നതാണ്. Salam Nadukandi was the mentor who encouraged and supported Damodaran. Damodaran, who forgot to even get married amidst in the unquenchable love for nature, bamboo and rivers, was awarded the state government's Prakriti Mitra Award in 2016 and the Vanamitra Award in 2019. പിണറായി ആയിരുന്നു അന്ന് ഇങ്ങനെ ഒരു സന്ദേശം അവാർഡ് തന്നതിന് ശേഷം പ്രത്യേക ചേംബറിൽ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞെന്താ, നീ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കാനുള്ളൊരു മനസ്ഥിതി നിനക്കുണ്ട്, അപ്പോൾ നീ അത് കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നീ ഇത് ചെയ്യണം, ജനങ്ങളെ ബോധവൽക്കരണം. ഒരു 100 ആളെങ്ങനെങ്കിലും പിന്നെ നിൻ്റെ പ്രവർത്തനത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരാളെങ്കിലും പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ അത് നിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. Member of Indian Radio Society, member of Trauma Care Committee, member of Disaster Management Committee, member of CPIM Mukkam Branch Committee and Vice President of the Iruvarinipuzha Conservation Committee, Damodaran has been a role model for the new generation with his life as a symbol of love for nature and humanity. It is the duty of the society and each and every one of us to keep the tainted nature lover like Damodaran Koranjeri, while the new generation is engaged in many activities that are harmful to nature and the environment. Maybe people live like Damodaran Koranjeri will mark the earth even if no one considers them. The roots of bamboo grove have sunk so deep. This eco-lover says only one thing, that nature and river must be kept clean. All of this belongs to the next generation to be born here. That is our effort to be passed on to them with that wholeness. Damodaran sits on the banks of the river Iruvarinipuzha as a guardian of the nature, river and its companions, as a lesson and as a light of thousands.